ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله. أوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തെറ്റുകളും പിഴവുകളും കുറവുകളും മനുഷ്യരെന്ന നിലക്ക് നമുക്കെല്ലാവർക്കും സംഭവിക്കാം. എന്നാൽ തെറ്റുകളാണെന്ന് ബോധ്യപ്പെടുമ്പോൾ എത്രയും വേഗത്തിൽ അത് തിരുത്താനുള്ള പരിശ്രമമാണ് ആദമിൻ്റെ മക്കൾ എന്ന നിലക്ക് നാം ചെയ്യേണ്ടത്. അങ്ങനെ തിരുത്താനും തിരുത്തലുകളോടുകൂടിയുള്ള ഒരു ജീവിത ക്രമം കൊണ്ടുവരാനും സാധിക്കുന്ന മുഅ്മിനീങ്ങളിൽ സർവശക്തനായ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഞാൻ എന്നോടും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വന്നു ചേർന്ന നമ്മളിൽ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. മഹാപാപങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ ഹദീസിൽ 7 മഹാപാപങ്ങളെക്കുറിച്ച് കേൾക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ വളരെ വളരെ അപൂർവം ആളുകളെ ഉണ്ടാവൂ. എല്ലാവരും അതിനെക്കുറിച്ച് ബോധമുള്ളവരാണ്. എന്നാൽ 7 മഹാപാപങ്ങൾക്ക് ശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബ കിറാമിന് പഠിപ്പിച്ചു കൊടുത്ത അതിൻ്റെ ഗൗരവതലമനുസരിച്ച് പണ്ഡിതലോകം ചിതറിക്കിടക്കുന്ന ഹദീസുകളിൽ നിന്ന് മറ്റു മഹാപാപങ്ങളെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാടുണ്ട്. അതിൽപ്പെട്ട ചില വലിയ തെറ്റുകളെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനിഖ്തതഅ ഹഖ്ഖ ഇംറിഇൻ മുസ്ലിമിൻ ബിയമീനിഹി ഫഖദ് ഔജബല്ലാഹു ലഹുന്നാർ വഹറമ അലൈഹിൽ ജന്ന. ഇന്ന് ഞാൻ ഈ ഖുതുബയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന 10ഓളം കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ് ഈ വാചകത്തിലൂടെ നമ്മൾ കേട്ടത്. കള്ളസാക്ഷ്യത്തിലൂടെ, സത്യപ്പെടുത്തലിലൂടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മുതൽ എൻ്റേതാണ് എന്ന് വരുത്തി തീർത്ത് ഒരാൾ നേടിയെടുത്താൽ, അത് ഭൂമിയാകാം, മറ്റേതെങ്കിലും സ്വത്താവാം, എൻ്റേതാണ്, സത്യത്തിൽ അയാളുടേതല്ല. കാലങ്ങളായി അതിര് തർക്കത്തിലാണ്. ബാപ്പാക്കറിയാം, ഉമ്മാക്കറിയാം, വല്ലിപ്പാക്കറിയാം, അത് നമ്മളതല്ലാണ്. പക്ഷേ വാശിയിലാണ്. പലരും കൊല്ലങ്ങളായി കേസിലാണ്. എൻ്റേതല്ലാത്ത ഒരു മുതൽ എൻ്റേതാക്കി മാറ്റാൻ അത് കോടതിയിൽ കയറുമ്പോൾ പ്രിയപ്പെട്ടവരെ പല കള്ളനാണയങ്ങളും അവിടെ ഇറക്കേണ്ടി വരും.
അങ്ങനെ അതേത് വിഷയമാകട്ടെ എൻ്റേതല്ലാത്ത ഒന്ന് എൻ്റേതാക്കി മാറ്റാൻ ഒരാൾ ശ്രമിച്ചാൽ ഫഖദ് ഔജബ അല്ലാഹു ലഹുന്നാർ, അവന്റെ മേൽ അല്ലാഹു നരകം നിർബന്ധമാക്കും. വഹറമ അലൈഹിൽ ജന്ന, സ്വർഗം അവന്റെ മേൽ നിഷിദ്ധമാക്കും. ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് നമുക്ക് തോന്നുന്നത്, എന്നാൽ ഗൗരവത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയത് നിങ്ങളുടെ മുമ്പാകെ കേൾപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യമാണ്, ഉടനെ സഹാബ കിറാം റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലെങ്കിൽ അവിടുന്ന് ഒരാൾ ചോദിച്ചു. ഫഖാല റജുലുൻ, ഒരാൾ ചോദിച്ചു, വഇൻ കാന ശൈഅൻ യസീറൻ യാ റസൂലല്ലാഹ്, അങ്ങനെ ഞങ്ങൾ വാദിച്ച് നമ്മുടേതാണ് എന്ന് പറഞ്ഞു തീർത്തത് ഒരു ചെറിയ കാര്യമാണെങ്കിലോ? എന്താ ചോദിച്ച? വഇൻ കാന ശൈഅൻ യസീറൻ യാ റസൂലല്ലാഹ്, വളരെ സിമ്പിളായ വളരെ ചെറിയൊരു കാര്യമാണെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഫഖാല വഇൻ ഖലീബൻ മിൻ അറാഖ്, പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന അറാഖിന്റെ ഒരു കൊള്ളിയാണെങ്കിലും അവന്റെ മേൽ അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കും. അവൻ്റെതല്ല എന്ന് അവൻ ഉറപ്പുണ്ട്, എൻ്റേതാണ് എന്ന് വാദിച്ച് കള്ളസത്യം പറഞ്ഞ് എൻ്റേതാക്കി മാറ്റിയാൽ, അതിനെ വിശദീകരിച്ച സ്ഥലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട്. പണ്ഡിതന്മാർ പല മേഖലയിലൂടെ അത് വിശദീകരിച്ചിട്ടുണ്ട്. തൊട്ട അയൽവാസി, ആൾ താമസമില്ലാത്ത അയൽവാസിയുടെ വീട്ടിലെ കായ്ക്കനികളാവാം, അവരെടുക്കരുതെന്ന് പറഞ്ഞതാ. ഞങ്ങൾ ആളെ പറഞ്ഞേക്കും, നിങ്ങൾ ആരും എടുക്കാൻ പാടില്ല, ഞങ്ങളേതായാലും കുറെ ദൂരെ താമസിക്കുന്നവരാണ്, നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞ മുതലാണെങ്കിൽ വേറെ. അവിടെ തേങ്ങയാവാം, അടക്കയാവാം, വിറകാവാം, എന്തും. ഇവിടെ പ്രയോഗിച്ച വാക്ക് വഇൻ കാന ഖലീബൻ മിൻ അറാഖ്, വഇൻ ഖലീബൻ മിൻ അറാഖ്, ഒരു അറാഖിന്റെ പല്ല് തേക്കാനുള്ള ഉപയോഗിക്കുന്ന ഒരു കൊള്ളിയാണെങ്കിൽ പോലും. എന്നിട്ട് സമ്മതല്ലാതെ അന്യന്റെ പറമ്പ് കയറി വിറക് കൊണ്ടോണ ആളുകൾ, സമ്മതമില്ലാതെ അന്യന്റെ പറമ്പിൽ കയറി അവിടുത്തെ മുതലെടുക്കുന്ന ആളുകൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. അതൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല എന്ന് ഈ അർത്ഥത്തിൽ ഒരു ഗ്രാമപ്രദേശം എന്ന നിലക്ക് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതായി സൂചിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു ഈ ഹദീസ് 137-ാമത്തെ ഹദീസായി. ഇമാം നസായി 3419-ാമത്തെ ഹദീസായി ഉദ്ധരിക്കുന്നു. ഇബ്നു മാജ 2324-ാമത്തെ ഹദീസായിട്ട് ഉദ്ധരിക്കുന്നു. ഈ പറഞ്ഞ അർത്ഥത്തിലുള്ള ഹദീസുകൾ ഇനിയും ധാരാളം കാണാം. അപ്പൊ നമ്മുടേതല്ലാത്ത ഒരു മുതല് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കുക. പൊതു സ്ഥലങ്ങളിൽ കിടക്കുന്ന പിന്നെ ഒരാളുടെ മുതലാണ്, അയാൾ ഇവിടെ താമസമില്ലാത്ത ആളാണ്, അയാൾ പറയാണ് ഇവിടെ ഉപയോഗിക്കാൻ നിങ്ങൾക്കൊക്കെ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രശ്നമില്ല. അപ്പോ സമ്മതമില്ലാത്ത ഒരു മുതല് നമ്മൾ അപഹരിക്കാറുണ്ടോ, എടുക്കാറുണ്ടോ, അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സ്വന്തത്തോട് നമ്മൾ ചോദിക്കണം. ഈ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലും കുടുംബങ്ങളിലും അതിര് തർക്കമുണ്ടോ? വർഷങ്ങളായിട്ട് ഭൂമിയുടെ തർക്കം വല്ലിപ്പള്ള കാലത്ത് നിന്നുള്ള തർക്കമാണ്. വിട്ടുകൊടുക്കാൻ ആ വല്ലിപ്പ മരിച്ചുപോയി, അവർക്ക് 4 മക്കളുണ്ട്, 5 മക്കളുണ്ട്, 3 മക്കളുണ്ട്, 6 മക്കളുണ്ട്, തയ്യാറായിട്ടില്ല. ഇനി അവരും മരിക്കുകയാണ്. അവരുടെ മക്കള് ആരുടേതായിരുന്നോ ഈ സ്വത്ത് ആ വല്ലിപ്പയുടെ പേരമക്കളിലേക്ക് എത്തുകയാണ്. എന്നിട്ടും തർക്കം തീർക്കാൻ, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ, ശരി കുറെ കാലമായല്ലോ തർക്കമെങ്കിൽ നമുക്കൊരു തീരുമാനത്തിലെത്താം, നിങ്ങളുടെ അതിരിവിടെ, ഇനി തർക്കണ്ടാവരുത്. ആ കല്ല് കുറച്ച് മാധ്യസ്ഥന്മാരെ വിളിച്ച് അവിടെ ഒരു കല്ലിട്ട് പ്രശ്നം തീർത്ത് മക്കളിലേക്ക് പ്രശ്നം കൈമാറാതെ തീർക്കാൻ ശ്രമിച്ചവരാണോ നമ്മൾ? അങ്ങനെ തർക്കിച്ച് കുതർക്കം നടത്തി വാങ്ങിയത് നമുക്ക് അവകാശപ്പെട്ടതാണോ? അല്ലേ? ഇതൊക്കെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട ഒന്നാണ്. അല്ലാഹു തആല സൂക്ഷ്മത പാലിക്കുന്നവരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, ലഅനല്ലാഹു മൻ ഗയ്യറൽ മനാർ. ഈ ശാപ വിഷയങ്ങൾ
വൻ പാപങ്ങളിലേക്ക് എണ്ണുന്നതാണ്. ലഅനല്ലാഹു മൻ ഗയ്യറൽ മനാർ, ആരെങ്കിലും അതിരുകല്ല് മാറ്റിക്കുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവനെ ശപിച്ചു. അതിരുകല്ല് മാറ്റിക്കുത്തുക, അയാൾ വീട്ടിലില്ലാത്ത സമയം, ആ വീട്ടുകാരെ നാട്ടിലില്ലാത്ത സമയം അതിര് തിരക്കുന്ന ആളുകളുണ്ട്, കല്ല് മാറ്റിക്കുത്തുന്നവരുണ്ട്. ഭയങ്കര വർത്തമാനമായിരിക്കും, അങ്ങാടിയിൽ വലിയ വീമ്പ് വർത്തമാനങ്ങൾ പറയുന്നവരായിരിക്കും. പക്ഷേ അവസരം കിട്ടുമ്പോ അന്യന്റെ സ്വത്ത് തൻ്റെതാക്കി മാറ്റാൻ ഒരടി, രണ്ടടി, അരയടി മാറ്റിക്കുത്താൻ വേണ്ടി ശ്രമിക്കുന്നവർ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ലഅനല്ലാഹ്, അള്ളാഹു അവനെ ശപിച്ചു. ആരെ? മൻ ഗയ്യറൽ മനാർ, അതിരുകല്ല് മാറ്റിക്കുത്തുന്നവനെ സർവശക്തനായ അള്ളാഹു ശപിച്ചു. അങ്ങനെ അതിരുകല്ല് മാറ്റിക്കുത്തി എന്ന് വിചാരിച്ചോളൂ, എന്റേതല്ലാത്ത ഒരു മുതൽ, ഒരു സെന്റ് ഭൂമി എന്റേതാക്കി മാറ്റി എന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് താങ്കൾ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് ആർക്കുള്ളതാണ്? പടച്ചവന് ഇഷ്ടമില്ലാത്ത വിധത്തിൽ മാന്തിക്കുട്ടിയുണ്ടാക്കിയ ഈ സ്വത്ത് തന്റെ മക്കൾക്ക് അനന്തരമായി കൊടുക്കാനുള്ളതാ. ഈ മക്കൾ നേരെ ചൊവ്വേ അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ച് വാപ്പാക്ക് വേണ്ടി ചെലവഴിക്കോ? നമുക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ ഈ മക്കൾക്ക് വേണ്ടി പടച്ചവന് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അനർഹമായ സ്വത്ത്, അതിനുവേണ്ടി നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലും അതിരുകല്ലിൽ ഒരു അതിരുകല്ല് വീണാൽ അതിന്റെ കുഴിയുടെ അടയാളം അവിടെ ഇല്ലെങ്കിൽ അത് രണ്ടാമത് സ്ഥാപിക്കാൻ അയൽവാസി ഉള്ള സമയത്തെ പാടുള്ളൂ എന്നതാണ് അതിന്റെ വിധി. അതിരുകല്ല് വീണ് കിടക്കുക. അപ്പോ നമ്മൾ മാത്രമുള്ള അയൽവാസി ഇല്ല, കല്ലട വീണ് കിടക്കുക. നല്ല കുഴി അവിടെ ഉണ്ട്, കുഴിന്ന് ചെരിഞ്ഞിട്ടുള്ളൂ, നീർത്താം എന്ന് പ്രശ്നമില്ല, അത് ചെരിഞ്ഞടക്കുക, നീർത്തി വെക്കുക. കല്ലെന്നെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ നമുക്ക് ഒറ്റക്ക് സ്ഥാപിക്കാൻ പറ്റൂല, അവരും കൂടി വരണം, അവരെ കാണിക്കണം. ഇതിന്ന് പറഞ്ഞിട്ടുണ്ട്, കല്ല് വീണ് കിടക്കാണ്, നിങ്ങളെ കാത്തിരിക്കാണ്, നിങ്ങൾ വന്നിട്ട് കുഴിച്ചിടാമെന്ന നിലക്കാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞ് അവരെ കൂട്ടിയിട്ട് വേണം ആ കല്ല് രണ്ടാമത് സ്ഥാപിക്കാൻ. 5 നേരം നമസ്കരിക്കുന്ന പലരും അതിരിന്റെ വിഷയത്തിൽ കാർക്കശ്യം കാണിച്ച് അതിര് തിരക്കുന്നവരായി ലോകത്തിന്റെ പല ഭാഗത്തും, നമ്മുടെയൊക്കെ നാടിന്റെ പല ഭാഗത്തുമുണ്ട്. ഇതൊക്കെ ഗൗരവത്തോടുകൂടി പള്ളിയിൽ വന്ന് നമസ്കരിച്ച് 5 നേരം നമസ്കരിച്ച് പടച്ചവനെ എനിക്ക് നീ പുറത്തു കൊണ്ട അല്ലാ എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന മനുഷ്യൻ സ്വത്തുമായി അതിരുമായി ഒന്ന് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് കോലം മാറുക, രൂപം മാറുക, പെരുമാറ്റം മാറുക, സ്വഭാവം മാറുക. അതൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല എന്ന് ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുക. അല്ലാഹു തആല നമ്മെ ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നത്തെ വിഷയത്തിൽ മൂന്നാമത്തെ കാര്യമായി പറയുന്നത് വറജുലുൻ മനഅ ഫളില മാ, ഒരു മനുഷ്യൻ വെള്ളം തടഞ്ഞു, കുടിവെള്ളം. ഓന്റെ കിണറ്റിൽ വെള്ളമില്ല, അവിടേക്കുള്ള പൈപ്പ് ലൈൻ താൽക്കാലികമായി പൊട്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തോ കാരണം കൊണ്ട് അവന് വെള്ളം കിട്ടുന്നില്ല. നമ്മുടെ വീട്ടിലാണ് കിണറുള്ളത്, ഭയങ്കര വർത്താനായിരിക്കും, ഞങ്ങൾ കുത്തിയ കിണറാണ്, ഞങ്ങൾ മുടക്കിയ പൈസയാണ് കേട്ടോ. ഈ കിണറുണ്ടാക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ വെള്ളം വേണമെങ്കിൽ റിങ് ഇറക്കാൻ നിങ്ങളൊന്ന് കൂടി തന്നോളൂ എന്ന് പറഞ്ഞതാണ്. അവർക്ക് സാമ്പത്തികമില്ല, കൂടിയിട്ടില്ല. അതിന്റെ പേരൊന്നും പറഞ്ഞ് വെള്ളം മുടക്കാൻ പറ്റൂല. അതിന്റെ പേരൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ കൂടി തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വെള്ളം മുടക്കാൻ പറ്റൂല. ഒക്കെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. കിണർ കുഴിച്ചപ്പോ നിന്റെ കിണറിൽ വെള്ളം തന്നത് റബ്ബാണ്. അപ്പുറത്തൊരു വീട്ടിൽ കിണർ കുഴിച്ചപ്പോ വെള്ളം കാണാതെ നിർത്തിയതും റബ്ബാണ്. നിന്റെ കിണറിൽ വെള്ളത്തെ വറ്റിച്ചു കളയാൻ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനൊരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന വാചകങ്ങളെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. വറജുലുൻ മനഅ ഫളില മാ, ഒരു മനുഷ്യൻ വെള്ളം തടയുകയാണ്. ഫയഖൂലുല്ലാഹ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല പറയും, അൽ യൗമ, ഇന്നത്തെ ദിവസം, അംനഉക ഫളിലി, എന്റെ ഫളില് നിന്നെ തൊട്ട് തടയുകയാണ്. വെള്ളം ഭൂമിയിൽ വെച്ച് അയൽവാസിക്ക് കൊടുക്കുന്നത് തടഞ്ഞു നിർത്തിയ മനുഷ്യനോട് അല്ലാഹു തആല പരലോകത്ത് വെച്ച് പറയുന്ന വാചകം എന്താണ്? എന്റെ ഫളില് താങ്കൾക്ക് തടയുകയാണ്. കമാ മനഅത ഫളില മാ ലം തഅമൽ യദാക, നിന്റെ കൈ കൊണ്ട് നിർമ്മിച്ചതല്ലാത്ത, നിന്റെ വീട്ടിലെ കിണറിലെ വെള്ളം, നിന്റെ കൈ കൊണ്ട് നിർമ്മിച്ചതല്ലാത്ത നിന്റെ കുളത്തിലെ വെള്ളം. അങ്ങനെ കുളം കുത്തിയത് നീയാ, പക്ഷെ കുളത്തിൽ വെള്ളം തന്നത് ഞാനാ. കിണർ കുത്തിയത് നീയാ, കിണറിൽ വെള്ളം തന്നത് ഞാനാ.
എന്താ അല്ലാഹു പറയാ പരലോകത്തുനിന്ന്? മാലം തഅമൽ യദാക, നിന്റെ കൈ കൊണ്ട് നിർമ്മിച്ചതല്ലാത്ത വെള്ളം നീ തടഞ്ഞുവല്ലോ, അതുകൊണ്ട് എന്റെ ഫളലാകുന്ന സ്വർഗവും നിനക്ക് തടയുകയാണ് എന്ന് അല്ലാഹു തആല പരലോകത്തുനിന്ന് പറയും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികൾ തമ്മിൽ തർക്കണ്ടായതായിരിക്കും അയൽവാസികള്, അപ്പൊ മോട്ടർ എടുക്കാൻ പറഞ്ഞു. മനസ്സിലാണ്ടോ? കുട്ടികൾ തമ്മിൽ എന്തോ പ്രശ്നമായതാ, അതിന് കിണറ്റിന്ന് മോട്ടർ എടുത്തോന്ന്. ആ ഭാര്യയും ഓന്റെ ഭാര്യയും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായി, രണ്ട് വർത്താനം, അതിന് ഇനി വെള്ളം തരൂലാണ്. ഇങ്ങനത്തെ ഒക്കെ മനുഷ്യന്മാരാണ്. എന്നിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ പുറത്തു കൊണ്ടല്ല, മാപ്പ് കൊണ്ടല്ല, സ്വർഗം കൊണ്ടല്ല, പരലോകത്തെ രക്ഷപ്പെടുത്തണേ അല്ല. പരിഗണിക്കുമോ നമ്മളെ? ഇത് വൻ പാപങ്ങളിൽ എണ്ണിയതാണ്. ഒന്നാമത്തെ മഹാപാപം ശിർക്കാണ്, സിഹ്റാണ്, കൊലപാതകമാണ്. അങ്ങനെ എണ്ണി വന്നിട്ട് വൻ പാപങ്ങളിൽ എണ്ണുന്ന പാപമായിട്ടാണ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളത്തെ മുടക്കുന്നവനെ എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും അയൽവാസികളോട് എന്റെ കിണറിൽ നിന്ന് വെള്ളം കോരരുതെന്ന് പറഞ്ഞ ആരെങ്കിലും ഇക്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ പടച്ചവനെ ഭയപ്പെട്ട് ഇന്ന് രാത്രി മരിക്കാം, നാളെ മരിക്കാം, മറ്റന്നാളെ മരിക്കാം, വരും ദിവസങ്ങളിൽ മരണപ്പെടാം, അവരോട് പോയി പറയണം, എനിക്കറിയില്ലായിരുന്നു ഇതിന്റെ ഗൗരവം, അതുകൊണ്ട് വറ്റുന്നത് വരെ നമുക്കും നിങ്ങൾക്കും വെള്ളം കോരാം എന്ന് പറഞ്ഞുകൊണ്ട് അനുവാദം കൊടുക്കണം. ഇല്ലെങ്കിൽ പരലോകത്ത് നമ്മെ പിടികൂടുന്ന വിഷയമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ലെങ്കിലും മഹാപാപത്തിൽ എണ്ണുന്നതും ലഅനത്ത് പറയുന്നതുമായ വിഷയമാണ് ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 1978 ഹദീസാണ്. നാലാമത്തെ കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും മഹാപാപങ്ങളിലും ലഅനത്തുണ്ട് എന്ന് പറയുന്ന വിഷയത്തിലും എണ്ണിയ ഒരു കാര്യമെന്ന നിലയ്ക്ക് ഇന്നത്തെ ഖുത്ബയിലെ നാലാമത്തെ കാര്യമായി ഓർമ്മപ്പെടുത്തിയതാണ്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ പേരിലില്ലാതെ അറുത്തത്, അത് ബദരീങ്ങളുടെ പേരിലാവാം, മൊയ്തി ഷേഖിന്റെ പേരിലാവാം, റിഫായി ഷേഖിന്റെ പേരിലാവാം, ഇബ്രാഹിം നബിയുടെ പേരിലാവാം, ഏതെങ്കിലും മഹത്തുക്കളുടെ പേരിലാകാം. ആരുടെ പേരിൽ അറുത്തതാണെങ്കിലും ആ അറുത്തത് പടച്ചവൻ ശപിച്ചതാണ്. അത് കഴിക്കാൻ നമുക്ക് പാടില്ല, അങ്ങനെ അറുക്കാൻ അവർക്കും പാടില്ല. ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. അങ്ങനെ റബ്ബിന്റെ പേരിലല്ലാതെ അറുത്തതോ അള്ളാഹുവിന്റെ പേരിലല്ലാതെ നേർച്ചയാക്കിയതോ ആയ ഒരു ഭക്ഷണമോ വിഭവമോ മാംസമോ നമ്മുടെ വീട്ടിലെത്തിക്കുമ്പോ കൃത്യമായി ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത് ഞങ്ങൾക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഈമാനിന്റെ തെളിച്ചം, ഈമാനിന്റെ വെളിച്ചം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരോട് ക്രോധാകുലരാവേണ്ടതില്ല, അവരോട് ദേഷ്യപ്പെടേണ്ടതില്ല. ഇത് ഞങ്ങൾക്ക് കഴിക്കാൻ പാടില്ല, എന്തുകൊണ്ട് എന്ന കാരണം കൂടി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് മാറ്റി നിർത്തുക തന്നെയാണ് വേണ്ടത്. അതിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. അഞ്ചാമത്തെ കാര്യം, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എന്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ അവന് പിന്നെ മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല, അവന്റെ സീറ്റ് നരകത്തിൽ റിസർവ് ചെയ്യപ്പെട്ടു. എന്താ പറഞ്ഞത്? മൻ കദബ അലയ്യ, എന്റെ മേൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ, മുതഅമ്മിദൻ, ബോധപൂർവം. ഒരു മാനസിക രോഗി സംസാരിച്ചപ്പോൾ പറഞ്ഞതല്ല, സുഖമില്ലാത്ത ഒരാൾ അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതല്ല, നല്ല പാണ്ഡിത്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ വരെ ഖാല റസൂലുള്ളാഹി എന്നും പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ കളവ് തട്ടിവിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ആത്മവിചിന്തനത്തിന് വേണ്ടിയുള്ള ആ സാഹചര്യം അള്ളാഹു അവർക്ക് ഒരുക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ നമ്മളൊക്കെ അറിയപ്പെടുന്നത് മുജാഹിദ് പ്രസ്ഥാനം എന്നാ. കേരളത്തിൽ ഭൂരിപക്ഷം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളല്ല, സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. സമസ്തയിലെ പണ്ഡിതന്മാർ പ്രസംഗിച്ചത് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനമല്ല കേരളത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്തത്, മുജാഹിദിന്റെ പ്രസ്ഥാനമാണ്. അങ്ങനെ വൈകാനുള്ള കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങൾക്ക് സംഘടനയുണ്ടാക്കാൻ അനുവാദം തരാൻ വൈകിയത് കൊണ്ടാണെന്നാ. ഇവരൊക്കെ നാളെ പരലോകത്ത് എന്തു മറുപടി പറയും? അള്ളാന്റെ റസൂലിന്റെ പേരിലാണ് ശുദ്ധ കളവ്, അല്ലേ? 926-ലും 930-ലും ഒരു സംഘടന രജിസ്റ്റർ ചെയ്യാൻ വൈകിയതിന്റെ കാരണം മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യേണ്ടി വന്നത്
പാരമ്പര്യം ഞങ്ങൾക്കാണ്, പക്ഷെ രജിസ്ട്രേഷൻ നോക്കുമ്പോൾ പാരമ്പര്യം ഞങ്ങൾക്കല്ല. അങ്ങനെ വൈകാനുള്ള കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം തരാൻ വൈകി. നഊദു ബില്ലാ. ഇതൊക്കെ പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഈ മിമ്പർ എന്ന് പറയണെന്തിനാ അറിയോ? ഒരു പേടിയില്ല അള്ളാന്റെ റസൂലിന്റെ പേരിൽ കളവ് പറയാൻ, ശുദ്ധ കളവ് പ്രസംഗിക്കുക. അള്ളാന്റെ റസൂൽ അനുവാദം തരാൻ വൈകി. അതുകൊണ്ട് ഒരു ടീം പറഞ്ഞു അനുവാദം കിട്ടുന്നത് വരെ കാത്തു നിൽക്കാം, ഒരു ടീം പറഞ്ഞു അനുവാദത്തിന് കാത്തു നിൽക്കേണ്ടതില്ല. ആരുടെ അനുവാദം? അള്ളാന്റെ റസൂലിന്റെ അനുവാദം. 1400 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ വഫാത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 90 കൊല്ലം മുമ്പ്, മനസ്സിലായില്ലേ, 100 കൊല്ലം മുമ്പ് ഇവിടെ നിന്നിട്ട് അനുവാദം കൊടുക്കുക. എന്നിട്ട് പറയാം അങ്ങനെ സമ്മതം കിട്ടി. ആദ്യ യോഗം വിളിച്ചു ചേർത്തു. സംഘടന രൂപീകരിക്കുമ്പോ ആ രൂപീകരണ യോഗത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പങ്കെടുത്തു. നഊദു ബില്ലാഹ്. ആ രൂപീകരണ യോഗത്തിൽ അള്ളാന്റെ റസൂല് പങ്കെടുത്തു. അവിടുത്തെ പണ്ഡിതന്മാർ പ്രാർത്ഥിച്ചപ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പച്ചക്ക് പ്രസംഗിക്കുന്ന ആളുകൾ. എടക്കരയിൽ അള്ളാന്റെ റസൂൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പ്രസംഗിക്കുന്ന ആളുകൾ. ഞാൻ അങ്ങനെ ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന പോലെ പറയില്ല. ഇതൊക്കെ പറയാൻ യാതൊരു മടിയുമില്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിലായി നോണ, അള്ളാന്റെ റസൂലിന്റെ പേരിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലായി നോണ. ഇത് തുടങ്ങി അനേകം കളവുകൾ ഒരു പേടിയുമില്ലാതെ റസൂലുള്ള പറഞ്ഞതാണ്. ഹദീസിൽ കള്ള ഹദീസുകൾ കയറ്റി കടത്താൻ ശ്രമിച്ച ആളുകളുണ്ട്. മൻ അക്കലൽ ബിത്തിഖ ദഖലൽ ജന്ന. ആരെങ്കിലും ബത്തക്ക തിന്നാൽ സ്വർഗ്ഗത്തിൽ പോകും. ഖാല റസൂലുള്ളാഹ്. അള്ളാന്റെ റസൂല് പറഞ്ഞു. കണ്ടോ, ഇത് ആ കച്ചവടക്കാര് ഹദീസിക്ക് കയറ്റാൻ ശ്രമിച്ചതാ. പക്ഷെ അതൊക്കെ പിടിക്കും. ഹദീസിൽ ഏതാണ് സ്വഹീഹ് ഏതാ ലഈഫ് എന്നൊക്കെ കൃത്യമായി വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡമുണ്ട്. അങ്ങനെ പലതും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവരൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിലാണ് ശുദ്ധമായ കളവ് പറയുന്നത്. അള്ളാന്റെ പ്രവാചകൻ പറയാണ്, എന്റെ മേൽ ആരെങ്കിലും ഒരു കളവ് ബോധപൂർവം പറഞ്ഞാൽ ഫൽയതബവ്വ, അവൻ റിസർവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ, അവന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മഖഅദഹു മിനന്നാർ, നരകത്തിൽ ഒരു സീറ്റ് അവന് റിസർവ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇത് ബുഖാരി ഉദ്ധരിക്കുന്ന 1291 ഹദീസാണ്. 6ാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, ഇന്ന് പെണ്ണും തമ്മിലുള്ള വിവാഹം, ആണും തമ്മിലുള്ള സവർഗരതി, ലൈംഗികമായ ചേഷ്ടകൾ, ലൈംഗികമായ ആസ്വാദനങ്ങൾ ആണും തമ്മിൽ നടത്തുന്നു, പെണ്ണും തമ്മിൽ നടത്തുന്നു. ഹോസ്റ്റലുകളിൽ കേസുകൾ പിടിക്കപ്പെടുന്നു. അതൊരു പ്രശ്നമല്ലാതെ മാർക്കറ്റിലേക്ക് വരുന്നു, പബ്ലിക്കിന്റെ മുന്നിലേക്ക് വന്ന് ഞങ്ങൾ 2 സ്ത്രീകൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ, മൻ വജത്തുമൂഹു യഅമലു അമല ഖൗമി ലൂത്ത്. ആരെങ്കിലും ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമ് ചെയ്തതുപോലെ ഒരു പ്രവൃത്തി, ആണും തമ്മിലുള്ള ലൈംഗികമായ ആസ്വാദനത്തിൽ ഏർപ്പെടുന്ന ഈ ലിവാത്ത് ആരെങ്കിലും കണ്ടാൽ, അത് ഇസ്ലാമിക ഭരണമുള്ള ഭരണാധികാരിയോട് പറയാണ്, ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്തിന്റെ തലവന്മാരോട് പറയുകയാണ്, അങ്ങനെ നിങ്ങൾ കണ്ടാൽ ഫഖ്തുലു അൽ ഫാഇല വൽ മഫ്ഊല ബിഹി, ചെയ്തവനെയും ആരെയാണോ ചെയ്തത് രണ്ടുപേരെയും കൊന്നുകളയണം. അതാണ് ഇസ്ലാമിന്റെ വിധി. അറിയോ, സവർഗരതിയിൽ ഏർപ്പെട്ട ആണിനെയും പെണ്ണിനെയും ഒരു ഇസ്ലാമിക ഭരണത്തിന് കീഴിലുള്ള രാജ്യത്ത് കിട്ടിയാൽ വധശിക്ഷ വരെ നടപ്പിലാക്കാം. അപ്പൊ ചെയ്തവനെ കൊല്ലണം, ചെയ്യപ്പെട്ടവനെയും എന്തിനാ കൊല്ലുന്നത്? അവന്റെ സമ്മതപ്രകാരമാണ് ഇത് നടക്കുന്നതെങ്കിൽ അവനെയും കൊല്ലണം. അല്ല, അവനെ ബലാത്സംഗത്തിനിരയാക്കുന്നത് പോലെ അവനെ തട്ടിക്കൊണ്ടുപോയതോ അതിനാ കോടതി അത് പഠിക്കണം, എന്നിട്ടത് വേർതിരിച്ചറിയണം. ഈവൻ ഇതിന് സമ്മതിച്ചു കൊടുത്ത ആളാണോ, കുറ്റവാളിയാണോ, പിന്നെ പ്രായപൂർത്തിയെത്താത്ത കുട്ടിയാണോ എന്നൊക്കെ പരിശോധിച്ച് കുറ്റവാളികളാണ് എന്ന് കണ്ടാൽ കൊല്ലാൻ വരെയുള്ള, വധശിക്ഷ കൊടുക്കാൻ വരെയുള്ള കുറ്റകൃത്യമായിട്ടാണ് ഈ സ്വവർഗരതിയെ അള്ളാഹുവിന്റെ ദീന് എണ്ണിയിട്ടുള്ളത്. അതാണ് ഞാൻ 6ാമത്തെ കാര്യമായി പറഞ്ഞത്. 7ാമത്തെ കാര്യം, സലാസത്തുൻ, 3 കൂട്ടം ആളുകളുണ്ട്, അവരോട് അള്ളാഹു സംസാരിക്കുകയില്ല, അള്ളാഹു അവരെ സംസ്കരിക്കുകയില്ല. ലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അതിലെണ്ണിയ 2 ടീമിൽ ഒന്നാമത്തെ ഒരു ടീം അദ്ദയ്യൂസ്, അതാണ് 7ാമത്തെ ടീം. അദ്ദയ്യൂസ് എന്ന് പറഞ്ഞാൽ
തന്റെ ഭാര്യ മറ്റു പുരുഷന്മാരുമായി സല്ലപിക്കാറുണ്ട്. വർത്തമാനങ്ങൾ പറഞ്ഞു കൊഞ്ചിക്കൊഴഞ്ഞ് അവരിങ്ങനെ ഇടപെട്ട് വർത്തമാനം പറയാറുണ്ട്. ഞാൻ ഇപ്പൊ വരാ എന്ന് പറഞ്ഞിട്ട് ഇയാള് പോവുക. വീട്ടിലൊരു അന്യപുരുഷനുണ്ട്. അവിടെ ആരാ പിന്നുള്ളത്? ഈ പുറത്തു പോയ ആളുടെ ഭാര്യയാണുള്ളത്. നിങ്ങൾ സംസാരിച്ചിരിക്കുക, അപ്പൊ വരാന്ന്. എന്നിട്ട് ഇയാൾ പോയി എന്റെ ഭാര്യയോട് ഒരു അന്യ പുരുഷന് സല്ലപിക്കാനും വർത്തമാനം പറയാനും കൊഞ്ചിക്കുഴയാനും അവിടെ തെറ്റ് നടക്കാനുമുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നവനാണ് ഇസ്ലാം അദ്ദയ്യൂസ് എണ്ണിയിട്ടുള്ളത്. കൂട്ടിക്കൊടുപ്പുകാരൻ എന്ന് മലയാളത്തിൽ അതിന് അർത്ഥം നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ വിശദീകരിച്ചു, അല്ലദീ യുഖിറു ഫീ അഹ്ലിഹി അൽ ഖബസ, വൃത്തികേടിന് തന്റെ കുടുംബത്തെ ഒരുക്കി കൊടുക്കുന്നവൻ. ചില ആളുകൾക്ക് അതൊന്നും പ്രശ്നമില്ല. എന്റെ ഭാര്യ എനിക്ക് വിശ്വാസമാണ് എന്നും പറഞ്ഞിട്ട് അന്യപുരുഷന്മാരെ മുന്നിലേക്ക്, ആൾക്കൂട്ടത്തിന്റെ മുന്നിലേക്കൊക്കെ ഇങ്ങനെ പറഞ്ഞയച്ച് വർത്തമാനം പറഞ്ഞ് ഇപ്പൊ പലരും യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ നിൽക്കുക. എല്ലാ ചാനലിന്റെ മുന്നിലും ഭാര്യമാരെങ്ങനെ പ്രദർശിപ്പിക്കുക. ഈ തോന്നിയാസത്തിനൊക്കെ എല്ലാവരും ലൈക്ക് അടിക്കുക അല്ലേ? എത്ര ചാനലുകളാണ്, യൂട്യൂബ് ബ്ലോഗർമാരാണ്. അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് പുട്ടിയൊക്കെ വാരി തേച്ച് യൂട്യൂബ് ബ്ലോഗർമാരാണ്. എന്നിട്ട് ഭർത്താവ് ഇങ്ങനെ ബാക്കിൽ ഒരു പൊട്ടനായി, ഒരു വിഡ്ഢിയായി ഇതിന്റെ പിന്നിൽ ഇങ്ങനെ നിന്നു കൊടുക്കുക. അടുക്കളയത്തെ കാര്യമാണ് കാണിച്ചു കൊടുക്കുന്നതെന്ന് ആദ്യം പറയുക. പാചകത്തിന്റെ കാര്യം, പിന്നെ സൗന്ദര്യ പ്രദർശനമാണ്, അവരുടെ യാത്രയാണ്. അവർ രണ്ടാളും തോണിയിൽ കയറുന്നതാണ്, രണ്ടാളും ബസ്സിൽ പോകുന്നത്, രണ്ടാളും ട്രെയിനിൽ പോകുന്നത്, അവരുടെ വർത്തമാനങ്ങൾ, കുട്ടിയുടെ കൂടെ പിറകെ ഓടുന്നത്. ഇങ്ങനെ തോന്നിയവാസങ്ങൾ ഇട്ട് പണമുണ്ടാക്കുന്നതിന് ലൈക്കടിക്കുന്നവരും അതിന് കൂട്ടു നിൽക്കുന്ന പെൺകോന്തനായ ഭർത്താവും അവനെയാണ് ദയ്യൂസിന്റെ കൂട്ടത്തിൽ എണ്ണേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു തആല ഈ ടീമിൽ നിന്ന് നമ്മെ അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പെണ്ണിന്റെ സൗന്ദര്യം ഭർത്താവിന് ആസ്വദിക്കാനുള്ളതാണ്. ഒരു പെണ്ണിന്റെ സൗന്ദര്യം ഭർത്താവിന് അനുഭവിക്കാനുള്ളതാണ്. അത് നാട്ടിലെ കടുക കണ്ണുകൾക്ക് കൊത്തി വലിക്കാൻ ഇട്ടുകൊടുക്കാനുള്ളതല്ല. അതിലൂടെ വരുന്ന വരുമാനം നിന്റെ മക്കൾക്കും നിന്റെ കുടുംബത്തിനും ചെലവായി കൊടുക്കാനുള്ളതല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ കൂട്ടുകുടുംബങ്ങളിൽ സംസാരം നടക്കുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എട്ടാമത്തെ കാര്യം അൽ മന്നാൻ. അൽ മന്നാൻ, ചെയ്ത കാര്യങ്ങളെ എടുത്തു പറയുന്നവർ. നമ്മളൊരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കാൻ പാടില്ല. സക്കാത്ത് കൊടുക്കുമ്പോൾ തിരിച്ചിങ്ങോട്ടൊരു നന്ദി, ഒരു ശുക്ർ. ഒന്നും മിണ്ടാതെ ചങ്ങാതി പൈസ വാങ്ങിപ്പോയല്ലോ, ഒരു നന്ദി പോലും പറഞ്ഞില്ല, പ്രതീക്ഷിക്കരുത് എന്നാ പറഞ്ഞ ഇസ്ലാം. നിങ്ങളൊരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുക, പാവപ്പെട്ടവനൊരു കിറ്റ് കൊടുക്കുക, പാവപ്പെട്ടവന് വീട് സഹായിക്കുക, പാവപ്പെട്ടവന്റെ ഹോസ്പിറ്റൽ സഹായിക്കുക. അവന്റെ അടുത്ത് നിന്ന് ഒരു ശുക്ർ, ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കാൻ പാടില്ല. അതാ മുസ്ലിം, അതാ ഇസ്ലാം. അവന്റെ അടുത്ത് നിന്ന് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മളത് ചെയ്യേണ്ടത്. എന്നാൽ ചെയ്ത ഉപകാരങ്ങളെ, കൊല്ലങ്ങളായി അയൽപ്പക്ക ജീവിതം നയിച്ചവരാണ്. 10 കൊല്ലായി, 12 കൊല്ലായി, 20ആയി, 30ആയി. ഇപ്പൊ എന്തോ ഒരു ചെറിയ പ്രശ്നത്തിൽ തെറ്റിയപ്പോ കൊടുത്ത മുളകിന്റെ കണക്ക്, കൊടുത്ത ഉപ്പിന്റെ കണക്ക് വരെ വിളിച്ചു പറയുന്ന, ഛർദിച്ചത് തിന്നുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് ലഅനത്തുള്ള അല്ലെങ്കിൽ ഗൗരവമുള്ള വിഷയങ്ങളുടെ കൂട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് എണ്ണിയിട്ടുള്ളത്. ഖുർആനും അത് തന്നെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്വതക്കകൾ നിർവീര്യമാക്കി കളയുന്ന വിധത്തിൽ അത് എടുത്തു പറയുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യരുത്. നിങ്ങളുടെ സ്വതക്കകൾ നിർവീര്യമാകും, ഫലമില്ലാതെയാകും, ബാത്തിലാക്കി കളയരുത് എന്ന് അള്ളാഹുവിന്റെ ഖുർആനും പറയുന്നു. നമ്മളൊരാൾക്കൊരു സഹായം കൊടുത്തു, എന്നിട്ട് അവനെങ്ങനെ വിളിക്കുക, ഇടയ്ക്കിടയ്ക്കൊന്ന് പോകണം. അപ്പൊ എപ്പോഴും സക്കാത്തൊക്കെ കൊടുക്കുന്നത് പാവപ്പെട്ട അയൽവാസിയാ. അപ്പൊ എങ്ങനെ ഇപ്പൊ ഈ മുതലാളി പറയുമ്പോ പോവാതെക്കുക? അത് നിങ്ങളെ സക്കാത്ത് ഓനെ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളൊരു ഇടമാക്കി ഉപയോഗിക്കാൻ പാടില്ല. എന്നാ സംഘടിതമായി സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് കരുണച്ചിയിലൊരു 30 ആൾക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിവുള്ളവരാണ്. അവർ 30 ആളും കൂടി ചേർന്ന് കരുണച്ചിയിലെ ഈ മഹലിലെ ഒരാളുടെ വീട് റിപ്പയറിങ്ങിന് പൈസ കൊടുത്തു. ആരാ കൊടുത്തത്? ഷിയാബ് കൊടുത്തതല്ല. ആരാ കൊടുത്തത്? അൻവർ കൊടുത്തതല്ല, അലി കൊടുത്തതല്ല, ഉമർ കൊടുത്തതല്ല, അല്ല, പിന്നെ കമ്മിറ്റി തന്നതാ. അഭിമാനമുണ്ട് അവിടെ, മനസ്സിലായില്ലേ? ഇനി ഒരാൾ തന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ ഓൻ വിളിക്കും, ഒന്ന് ഇടക്കര പോകണം, ഒന്ന് മഞ്ചേരി പോകണം, ഒന്ന് കോഴിക്കോട് പോകണം. പോവാനൊന്നും ഇഷ്ടമില്ല, തിരക്കാണ്. എങ്ങനെ പോവാതെക്കുക? ഇടക്കിടക്ക് സക്കാത്തൊക്കെ നിന്ന് സഹായിക്കുന്ന ആളാ, മനസ്സിലായില്ലേ? അതുകൊണ്ടാ പറഞ്ഞത് അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്. ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ പറ്റുന്ന ഒരു പാവപ്പെട്ട ഒരാൾ ഈ മഹലിലുണ്ട്.
നമ്മളെ 30 ആളോ 40 ആളുടെ സക്കാത്ത് എടുത്തിട്ട് ഓനൊരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തു. അടുത്ത പോലെ ഓന് കൊടുക്കണ്ട. ഓന ഓട്ടോറിക്ഷ ഓടി ഓൻ്റെ കുടുംബത്തെ പോറ്റും. എല്ലാവർക്കും പാക്കറ്റാക്കി 500 കൊടുത്താലോ എല്ലാ കൊല്ലം കൊടുത്തോണ്ടിരിക്കേണ്ടി വരും. വാങ്ങുന്നവരിങ്ങനെ കൂടുകയെന്നല്ലാതെ കുറവുണ്ടാവുകയില്ല. അതുകൊണ്ട് സംഘടിതമായ സക്കാത്തിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അവിടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നില്ല എന്ന് ഗൗരവത്തോടുകൂടി ഓർക്കുക. അപ്പോൾ അയൽവാസിക്കോ നാട്ടിലെ ഏതെങ്കിലും ഒരു സുഹൃത്തിനോ നാം കൊടുത്ത ഒരു ഉപകാരവും എടുത്തു പറയാൻ പാടില്ല. അങ്ങാടിയിൽ വെച്ചിട്ട് പറയാം, കൊടുത്തിട്ട് പറയാ നന്ദിയില്ല ചങ്ങാതിക്കൊന്നും. എന്തിനാ കൊടുത്തത്? നിന്റെ സ്വതക്ക, നിന്റെ ധർമ്മം ബാത്തിലായി, അള്ളാഹു നിഷ്ഫലമാക്കി കളയും. അള്ളാഹു തആല ശ്രദ്ധിക്കുന്ന ഗൗരവത്തോടു കൂടി ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. 9ാമത്തെ കാര്യം, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബ്ഗളർ റിജാലി ഇലല്ലാഹ് അൽ അലദ്ദുൽ ഖസിം. അൽ അലദ്ദുൽ ഖസിം എന്താണ് പറഞ്ഞത്? അള്ളാഹുവിന് ഏറ്റവും മനുഷ്യക്കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പ് തോന്നുന്ന മനുഷ്യൻ അൽ അലദ്ദുൽ ഖസിം. ചെറിയ കാര്യ വിട്ടുകൊടുക്കൂല, ഭയങ്കര തർക്കമായിരിക്കും. സത്യത്തിൽ ഉള്ളിൽ ഇറങ്ങുമ്പോഴോ ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല, തർക്കിച്ച് തോൽപ്പിക്കും, വിട്ടുകൊടുക്കൂല. എന്നാൽ ആദർശ രംഗത്തോ കാണിച്ചതൊന്നുമില്ല. തുണി തരികയാണെങ്കിൽ താഴെയാണ് പറഞ്ഞാലോ അതൊന്നും പ്രശ്നമില്ല. പിന്നെ ചെറിയ 2 റുപ്യൻ്റെ കാര്യത്തിനോ യുദ്ധം നടക്കുന്ന വിധത്തിൽ തർക്കിക്കും. മനസ്സിലായല്ലോ? അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ടാവും. ചെറിയ കാര്യത്തിന് കുതർക്കം നടത്തി വിട്ടുകൊടുക്കാൻ റെഡിയല്ല, ഭയങ്കര ബഹളമായിരിക്കും. അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ക്ലബിലുണ്ടാവും, രാഷ്ട്രീയ പാർട്ടിയിലുണ്ടാവും, എല്ലാ പ്രസ്ഥാനങ്ങളിലുണ്ടാവും, കമ്മിറ്റികളിലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ചെറിയ കാര്യം മതി, വെറുതെ അങ്ങനെ പർവ്വതീകരിച്ച് വലുതാക്കി ഒന്നും ഉണ്ടാവില്ല, കാമ്പൊന്നുമില്ല, സംസാരിച്ചിട്ട് അങ്ങോട്ട് തർക്കിച്ച് കൊളാക്കും. എന്നാൽ ബാക്കി ആദർശ രംഗത്തോ ഒരു പ്രശ്നമല്ല, അത് പറയുമ്പോൾ മുണ്ടിടില്ല. അങ്ങനെയാണ് വീട്ടിൽ നടക്കണ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ആചാരങ്ങളോ അതിനൊന്നും മക്കളോട് മിണ്ടാൻ സമയമില്ല. കല്യാണത്തിന് കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളോ അതിന് മിണ്ടാനുള്ള ഗഡ്സില്ല. എന്നാൽ ചെറിയ കാര്യം മതി, അതിനങ്ങോട്ട് തർക്കിച്ച് ആവശ്യമില്ലാതെ അങ്ങോട്ട് തർക്കിച്ച് കുതർക്കം നടത്തി എന്തോ ഒരു വലിയ സംഭവം നടന്നതുപോലെ ഉണ്ടാകും. ഇത് അള്ളാഹ്ക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ കുതർക്കം നടത്തുന്ന ആളുകളെ അല്ലാഹ് പറയാ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അള്ളാഹു അറിയിച്ചതായി, ഇന്ന അബ്ഗളർ റിജാൽ, മനുഷ്യ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള ടീം ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക്, അൽ അലദ്ദുൽ ഖസിം, ചെറിയ കാര്യത്തിന് വേണ്ടി വലിയ തർക്കവും കുതർക്കവും വിട്ടുകൊടുക്കാത്ത, താൻ പിടിച്ച മളില് 3 ചെവിയാണ് അല്ലെങ്കിൽ ഇന്നതിന് 3 കൊമ്പാണ് എന്ന് പറയുന്നത് പോലെ തർക്കം മൂത്തു നിൽക്കുന്ന ചില ആളുകളുണ്ട്. അവർ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ഈ ഖുത്ബയിൽ ഞാൻ ഓർഡർ അനുസരിച്ച് അല്ല ഈ പറഞ്ഞിട്ടുള്ളത്, പിന്നെ വലിയ തെറ്റുകളാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബ കിറാമിലൂടെ പഠിപ്പിച്ച് കൈമാറി വന്ന 7 മഹാപാപങ്ങൾക്കപ്പുറമുള്ള വലിയ തെറ്റുകളെ എണ്ണിപ്പറഞ്ഞ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. 50, 60, 70, 100-ലധികം വിഷയങ്ങളുണ്ട്. അതിൽ നിന്ന് ഓർഡർ അനുസരിച്ചല്ല, നമുക്കത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ഒരു 9ഓളം കാര്യങ്ങളാണ് ഈ 1ാമത്തെ ഖുത്ബയിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്കും ഇതിലെവിടെയെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ തിരുത്താനും മാറി ചിന്തിക്കാനും അള്ളാഹുവിൻ്റെ പരലോകത്തെ രക്ഷപ്പെടാനും വരാനിരിക്കുന്ന സ്വർഗമെന്ന് പറയുന്ന പുങ്കാവനത്തിൽ പ്രവേശനം കിട്ടാനും ആളിക്കത്തുന്ന നരകത്തിൻ്റെ അഗ്നികുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള സൗഭാഗ്യവും സന്ദർഭവും സാഹചര്യവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടെന്ന പോലെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ഖുത്ബയിൽ 10 അപകടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പാപങ്ങളെക്കുറിച്ചാണ് രക്ഷപ്പെടണമെന്ന അർത്ഥത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിച്ചത്. അതിൽ 9 കാര്യങ്ങൾ 1ാമത്തെ ഖുത്ബയിൽ ഓർമ്മപ്പെടുത്തി. അതിൻ്റെ തുടർച്ചയായി വരുന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഭൂമിയിൽ വെച്ചു തന്നെ ചില കാര്യങ്ങൾക്കൊന്നും ഇവിടുന്ന് ശിക്ഷ കിട്ടൂല,
ഭൂമിയിൽ വെച്ചു തന്നെ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ശിക്ഷ ഇറങ്ങാനും പരീക്ഷണം ഇറങ്ങാനും സാധ്യതയുള്ള ഒന്നാണ് ഉഖൂഖുൽ വാലിദൈൻ. ഉമ്മാനോടും ബാപ്പാനോടും ചെയ്യുന്ന ധിക്കാരം. അത് പരലോകത്തേക്ക് നീട്ടേക്കൂല, ഇവിടുന്ന് തന്നെ ചിലപ്പോൾ തരും. വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ്. ബാപ്പ ചിലപ്പോൾ മുസ്ലിമേ അല്ല, ഉണ്ടാവുമല്ലോ അങ്ങനെ. ഉമ്മ ചിലപ്പോൾ മുസ്ലിമത്തേ ഇല്ല, എന്നാൽ പോലും അവരോട് മാന്യമായി ഇടപെടണമെന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. അവർക്ക് വേണ്ടി എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ബാപ്പ മുസ്ലിമല്ല, ഉമ്മ മുസ്ലിമത്തല്ല, ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ 4 മക്കളുണ്ട്, അതിൽ ഒരാൾ മാത്രമേ മുസ്ലിമുള്ളൂ ഈ മക്കളിൽ. എന്നാൽ നമ്മുടെ അച്ഛനാണ്, നമ്മുടെ അമ്മയാണെന്ന നിലക്ക് ഓടി ആ ചാൻസ് ഫസ്റ്റ് വാങ്ങാൻ പറ്റുമോ വാങ്ങാം. ദുനിയാവിൻ്റെ വിഷയത്തിൽ എല്ലാ നിലക്കും അവരോട് നല്ല രൂപത്തിൽ പെരുമാറാനാണ് അള്ളാഹുവിൻ്റെ ദീന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ആദ്യഘട്ടത്തിൽ മുസ്ലിമത്തായിരുന്നില്ല എന്നും പറയും ഉമ്മാനോട്. ഒരിക്കൽ കുറച്ച് സ്ട്രോങ്ങിൽ പറഞ്ഞു, ഉമ്മ പരലോകത്ത് രക്ഷപ്പെടാനുള്ള കാര്യമാണ്. അപ്പം നബിയെ കുറ്റപ്പെടുത്തി. അല്ലാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് മോശമായിട്ട് എന്തോ ഒരു വാക്ക് പ്രയോഗിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു കരഞ്ഞുകൊണ്ട് നബിയുടെ അടുക്കലേക്ക് ഓടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാനിങ്ങനെ ഉമ്മാനെ നിർബന്ധിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉമ്മ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, നിങ്ങളൊന്ന് ദുആ ചെയ്യ എൻ്റെ ഉമ്മാക്ക് വേണ്ടി, പാവാൻ എൻ്റെ ഉമ്മ അറിയായിട്ടാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിരന്തരമായി പ്രാർത്ഥിച്ചു. പിന്നെ വീട്ടിലേക്ക് എത്തുമ്പോൾ മുസ്ലിമത്തായ ഉമ്മയെയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാണുന്നത്. അപ്പം അതിനു മുമ്പ് ഉമ്മാനോട് ഞങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? വളരെ മാന്യമായിരുന്നു. സഅദ് റളിയല്ലാഹുവിൻ്റെ ഉമ്മ മുസ്ലിമായില്ല, മുസ്ലിമത്തായില്ല. സഅദ് റളിയല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് ഉമ്മാക്ക്. ഉമ്മ പറഞ്ഞാൽ എല്ലാം കേൾക്കുന്ന മോനാണ് സഅദ് റളിയല്ലാഹു അൻഹു. ഉമ്മ പറഞ്ഞു, എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടമായി, പക്ഷെ നീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോയി, അത് ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തിരിച്ചു വരണം, ആ വിശ്വാസത്തിൽ നിന്ന് മാറണം. ഇല്ലമ്മ, അതൊന്നും മാറാൻ പറ്റൂല, അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. കുറേ പറഞ്ഞു നോക്കി, ഉമ്മ മാറുന്നില്ല. അപ്പൊ ഉമ്മ സഅദ് റളിയല്ലാഹു ഉമ്മ എന്തു പറഞ്ഞാലും ഇതുവരെ എതിർക്കാത്ത മോനാണെന്ന് ഉമ്മക്കറിയാം. ഉമ്മ പറഞ്ഞു, എന്നാ ഞാൻ ഈ മരുഭൂമിക്ക് ഇറങ്ങാം, ഇനി ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ കയറൂല, വെള്ളം കുടിക്കാൻ വരൂല, എണ്ണ തേക്കൂല, കുളിക്കൂല. ഈ സൂര്യൻ്റെ ചൂടേറ്റ് ഉമ്മ ഈ മരുഭൂമിയിൽ നിന്നിങ്ങനെ ഉരുകി ഉരുകി മരിക്കുന്നത് നീ കാണും. മോൻ തിരിച്ചു വരാനാണ്, ഇസ്ലാം എന്ന് തിരിച്ചു വരാന്. സഅദ് റളിയല്ലാഹു അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ഓടി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എൻ്റെ ഉമ്മ പുറത്തിറങ്ങിയിട്ടുണ്ട്, വെയിൽ കൊള്ളാൻ തീരുമാനിച്ചു, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയാണ്, എന്നെ പ്രസവിച്ച ഉമ്മയല്ലേ, എന്താ ചെയ്യാന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കാം, പക്ഷെ അള്ളാഹുവിനെതിരെ നിന്റെ ഉമ്മ പറഞ്ഞാൽ ആ ഉമ്മയെ അനുസരിക്കാൻ പറ്റൂല. ഉമ്മാൻ്റെ അടുത്ത് ചെന്ന്, ഉമ്മ നിങ്ങളെപ്പോലെയുള്ള 100 ഉമ്മമാരെനിക്കുണ്ട്, ഞാൻ വളരെ സ്നേഹിക്കുന്ന ഉമ്മയാണ് നിങ്ങൾ, നിങ്ങളെപ്പോലെ 100 ഉമ്മമാരെനിക്കുണ്ട് നിങ്ങൾ വിചാരിച്ചോളി. ആ 100 ഉമ്മമാരും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ഈ മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന വെയിൽ കൊണ്ട് വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, കുളിക്കാതെ ഈ എൻ്റെ കൺമുമ്പിൽ വെച്ച് ഫഹറബത്ത് ബസ്സൻ ബസ്സാ ഉരുകി ഉരുകി മരിക്കുന്നത് കാണേണ്ടി വന്നാലും മാ തറക്തു ദീനി ഹദാ, ഈ മതം വിട്ട് കളിക്കാൻ എനിക്ക് കഴിയില്ല ഉമ്മ. കണ്ടോ, ആദർശം പണയം വെക്കണില്ല. എന്നാലും ഉമ്മാൻ്റെ കാല് പിടിച്ചു നോക്കുകയാണ്, നിങ്ങളങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മ മുസ്ലിമാവാം, മുസ്ലിമത്താവാം, വാപ്പ മുസ്ലിമാവാം, അല്ലാതിരിക്കാം, പക്ഷേ അവരോട് ധിക്കാരം ചെയ്യാൻ പാടില്ല. മാന്യമായ പെരുമാറ്റം, മാന്യമായ ഇടപെടൽ. ഇവിടെ ഈ പള്ളിയിൽ വന്ന എല്ലാവരും ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മയും ബാപ്പയൊക്കെ മുസ്ലിം തന്നെയാണ്. അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ഒറ്റപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും ബാപ്പയും ഉമ്മയൊക്കെ കുടുംബപരമായിട്ട് മുസ്ലിങ്ങളായവരാണ്. ആ ഉമ്മാനോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്? ആ ബാപ്പാനോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്? ആ ഉമ്മ ചോദിക്കാതെ ഒരു 100 രൂപയെങ്കിലും ഉമ്മാൻ്റെ കയ്യിൽ, കൂലിപ്പണിക്കാരാണ് നിങ്ങൾ, ആയിക്കോട്ടെ ഉമ്മ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കോളി,
കേട്ടോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് കൊടുത്തു നോക്കിയിട്ടുണ്ടോ ജീവിതത്തിൽ? ചോദിക്കാതെ ഉമ്മാന്റെ കയ്യിൽ വാപ്പ കുറെ അധ്വാനിച്ചിട്ടുണ്ട്, ഉരുകി ഉരുകി തീർന്ന മെഴുകുതിരിയാണ് വാപ്പ. ആ വാപ്പ ജീവിച്ചിരിക്കുമ്പോ ഇനി വാപ്പാക്ക് പണിക്കോവാൻ കഴിയില്ല. വാപ്പാക്ക് ഇപ്പം എന്തിനാ ക്യാഷ്, വാപ്പാക്ക് ഇപ്പം എന്തിനാ പൈസ എന്നാ മക്കൾ ചിന്തിക്കുന്നത് അല്ലേ? വാപ്പാന്റെ കയ്യിൽ പോക്കറ്റിൽ ഒരു 2000 റുപ്യ ഉണ്ടെങ്കിൽ അഭിമാനത്തോടു കൂടി വാപ്പ അങ്ങാടിയിലിരിക്കും. ആരെങ്കിലും വന്നിട്ട് വല്ല സഹായം ചോദിക്കുമ്പോൾ എല്ലാവരും 10, 50, 100 കൊടുക്കുമ്പോൾ അഭിമാനത്തിൽ വാപ്പാക്ക് കൊടുക്കാൻ കഴിയും. അതിന് വാപ്പാന്റെ കയ്യിൽ ഇതാ വാപ്പ അങ്ങളെ കയ്യിൽ വെച്ചോളി, ചോദിക്കാതെ വാപ്പാന്റെ കയ്യിൽ പൈസ കൊടുക്കുന്ന മക്കളാണോ നമ്മൾ? ആണോ? ഉമ്മാന്റെ കയ്യിൽ ഉമ്മാക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ചോദിച്ചിട്ടുണ്ടാവും, അപ്പൊ കൊടുത്തിട്ടുണ്ട്. അതൊന്നുമില്ല എൻ്റെ ചോദ്യം. നിങ്ങൾ കൂലിപ്പണിക്കാരാകാം, നിങ്ങൾ സാധാരണക്കാരാവാം, വലിയ ശമ്പളമില്ലാത്തവരാകാം, നമ്മളൊക്കെ സാധാരണക്കാരാവാം. പക്ഷെ അതൊന്നും ഇവിടെ പ്രശ്നമല്ല. എന്നിട്ട് നമ്മളെ കുടുംബം പോരുന്നില്ലേ? ഉണ്ട്. നമ്മുടെ കുടുംബം നേരെ നടക്കണില്ലേ? ഒക്കെ ഉണ്ട്. എന്നിട്ട് ആ ഉമ്മാന്റെ കയ്യിൽ ചോദിക്കാതെ ഇതമ്മ ഒരു 500 നിങ്ങൾ കയ്യിൽ വെക്കി എന്ന് പറഞ്ഞ് ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നവരാണോ? വാപ്പാന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നവരാണോ? നമുക്ക് വേണ്ടി അധ്വാനിച്ച വാപ്പ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉമ്മ, ആ ഉമ്മയെ പരിഗണിക്കുന്നവരാണോ? ആണോ? നമ്മളോട് ചോദിക്കണം. അതുകൊണ്ട് പരിഗണിക്കാത്തവർ ഉമ്മയോട് ധിക്കാരത്തിന്റെ വർത്തമാനം പറയുന്നവരുണ്ട്. നിങ്ങളെ നോക്കുന്ന പണിയല്ല എനിക്കെന്ന് അല്ലേ? കഷ്ടപ്പെട്ട് വഹിനൻ അല വഹിനിൻ, വേദനയ്ക്ക് മേൽ വേദന, പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ച് ഗർഭം ചുമന്ന് പോറ്റി വളർത്തി കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മാനോട് നിങ്ങളെ നോക്കുന്ന പണിയല്ലേ എനിക്ക്. പിന്നെ ഓൻ്റെ കൂടെ ഓൻ്റെ ഭാര്യയുണ്ട്, ഓൻ്റെ കൂടെ ഓൻ്റെ മക്കളുണ്ട്, ഓൻ്റെ കൊച്ചു വീടുണ്ട്, ഓൻ്റെ മതിൽ കെട്ടുകളും ഓൻ്റെ മുറ്റവുമുണ്ട്. ആ ഉമ്മയോട് ധിക്കാരത്തിന്റെ വർത്തമാനം പറയുമ്പോൾ നിന്റെ മക്കൾ നിനക്കെതിരെ പറയുന്നത് കേട്ടിട്ട് നീ മരിക്കൂ. അതാ പറഞ്ഞത്, ഭൂമി തന്നെ കിട്ടുമെന്ന്. നിന്റെ മക്കൾ നിനക്കെതിരെ തിരിഞ്ഞിട്ടേ നീ മരിക്കൂ. അത് അനുഭവിക്കും ഭൂമിയിൽ വെച്ച്. മനസ്സിലായില്ലേ? അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ലോകത്തിൽ അല്ലാഹു തആല എന്നെ ആരാധിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഉടനെ പറഞ്ഞ വിഷയ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ എന്ന്. ഒന്ന് കൊടുത്തു നോക്കി വാപ്പാന്റെ കയ്യിൽ. വീട്ടിൽ ഇങ്ങനെ ഒരു മൂലൊക്കെ കുത്തിരിക്കണ വാപ്പാന്റെ കയ്യിൽ ഒരു 500 നോട്ടൊന്ന് വെച്ച് കൊടുത്തു നോക്കി, അങ്ങാടിക്ക് ഇറങ്ങും വാപ്പ. ഒരു 2000 വാപ്പാന്റെ പോക്കറ്റ് ഇട്ട് കൊടുത്ത് നോക്കി, വാപ്പ അങ്ങാടിക്ക് ഇറങ്ങും തുണി കുപ്പായൊക്കെ മാറ്റിയിട്ട്. എല്ലാവരും ഇങ്ങനെ നെളിഞ്ഞിരുന്ന് ഹോട്ടലിലൊക്കെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ അവിടെ പോയി ഇരുന്ന് 2 കൂട്ടുകാർ വന്ന പൈസ ഞാൻ കൊടുത്തോളാന്ന് പറയല്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്, ചുരുണ്ട് അഭിമാനത്തോടു കൂടി ഇറങ്ങും അങ്ങാടിക്ക്. അതുകൊണ്ട് വാപ്പാനെ പരിഗണിക്കണം, ഉമ്മാനെ പരിഗണിക്കണം. അത് ഗൗരവത്തോടു കൂടി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇൻഷാ അല്ലാഹ് ബാക്കി മറ്റു സമയങ്ങൾ നമുക്ക് സംസാരിക്കാം. 10 കാര്യങ്ങളാണ് ഈ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓരോ വിഷയവും എനിക്ക് വേണ്ടിയുള്ളതാണോ എന്നോടാണോ എന്നർത്ഥത്തിൽ ഓരോരുത്തരും അവനവന്റെ കാര്യത്തിലേക്ക് ഇട്ട് പരിശോധിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്തേണ്ട സ്ഥലത്ത് വരുത്തണം എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു തആല പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളോട് വല്ല ധിക്കാരത്തിന്റെ വർത്തമാനങ്ങളോ പ്രവൃത്തിയോ ചെയ്തിയോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അർ-റഹ്മാനും അർ-റഹീമുമായ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് നൽകണേ. അള്ളാഹുവേ മഹാപാപങ്ങളായ വല്ല പാപങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ അല്ലാതെ പുറത്തു തരാൻ ആരുമില്ല റബ്ബേ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. അള്ളാഹുവെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഭാര്യമാരിൽ നിന്ന് കൺകുളിർമ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ. അള്ളാഹുവെ മനസ്സിനുള്ളിൽ ഏതെങ്കിലും വ്യക്തികളോട് ഏതെങ്കിലും സംഘങ്ങളോട് വല്ല വെറുപ്പോ ഈർഷതയോ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റി അള്ളാഹുവെ ആദർശത്തിന് വേണ്ടിയല്ലാതെ ഒരാളോട് ഞങ്ങൾ അകന്നിട്ടില്ല, ആദർശത്തിന് വേണ്ടിയല്ലാതെ ഒരാളോട് ഞങ്ങൾ അടുത്തിട്ടില്ല, നിന്റെ ഇഷ്ടത്തിനു വേണ്ടിയല്ലാതെ ഞങ്ങൾ ഒരാളെ സ്നേഹിച്ചിട്ടില്ല, നിന്റെ കോപമുണ്ടാകുമെന്ന നിലക്കല്ലാതെ ഞങ്ങൾ ഒരാളോടും വേർപ്പെട്ടിട്ടില്ല എന്ന അർത്ഥത്തിൽ ആളുകളെ സ്നേഹിക്കാനും മാറി നിൽക്കാനും ഒക്കെ കഴിയുന്ന സാഹചര്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ. അള്ളാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ പോകുന്ന സ്വർഗ്ഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين. الله أكبر الله